ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 234 ഇനി പോഷിപ്പിക്കണം. ഭാഗം 234 ഇനി പോഷിപ്പിക്കണം ഇവിടെ ആരംഭിക്കുന്നു. ക്ഷേത്രങ്ങളുടെ നാടായ തൃശ്ശിവപേരൂരിലെ കൂർക്കാഞ്ചേരിയിൽ ശ്രീനാരായണ ഭക്തി പരിപാലന യോഗം ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയുണ്ടായി. ഗുരുദേവൻ്റെ പ്രധാന ശിഷ്യനായിരുന്ന ബോധാനന്ദ സ്വാമികളായിരുന്നു ഭക്തി പരിപാലന യോഗത്തിൻ്റെ സ്ഥാപകൻ. സാക്ഷാൽ ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ തന്നെ അവിടെ പ്രതിഷ്ഠ നടത്തണമെന്നതായിരുന്നു സ്വാമികളുടെ ആഗ്രഹം. അങ്ങനെ ഗുരുദേവൻ ബോധാനന്ദ സ്വാമികളുടെയും മറ്റും അപേക്ഷ പ്രകാരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനായി ഒരു ദിവസം പരിവാര സമേതം എഴുന്നള്ളി. പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം ഗുരുദേവൻ തന്നെ നിശ്ചയിച്ചാൽ മതിയെന്നായിരുന്നു ഭക്തി പരിപാലന യോഗത്തിൻ്റെ ആഗ്രഹം. അതനുസരിച്ച് മുഹൂർത്ത നേരത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാൻ അവർ ഗുരുദേവൻ്റെ അടുക്കലെത്തി. പക്ഷെ അതേപ്പറ്റി ചോദിക്കുവാൻ ആരും തുനിയുകയുണ്ടായില്ല. എന്നാൽ അവർ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് ഗുരുദേവന് മനസ്സിലായി. അതിനാൽ ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു: രാത്രി 15 നാഴിക ചെല്ലുമ്പോൾ ഒരു മഴ പെയ്യും. അതാണ് പ്രതിഷ്ഠയ്ക്കുള്ള നേരം. ഭക്തി പരിപാലന യോഗത്തിൻ്റെ നേതാക്കന്മാരായിരുന്ന കോട്ടിയാട്ടിൽ ഇട്ടിപ്പാറൻ, മൂത്തേടത്ത് രാമൻ, കോട്ടിയാട്ടിൽ ശങ്കരൻ വേലു, EK അയ്യാക്കുട്ടി ജഡ്ജി തുടങ്ങിയവരെല്ലാം അത് കേട്ട് അതിശയിച്ചു നിന്നു. കാരണം അപ്പോൾ ഒരു മഴയ്ക്കുള്ള യാതൊരു ലക്ഷണങ്ങളും അവിടുത്തെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. ഗുരുദേവൻ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്നു. പ്രതിഷ്ഠ നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരിക്കൽ കൂടി നോക്കി തൃപ്തിപ്പെട്ട ശേഷം ബോധാനന്ദ സ്വാമികൾ നാലമ്പലത്തിലെത്തി. ഗുരുദേവൻ: എന്തായി? സ്വാമികൾ: ഇനി പ്രതിഷ്ഠ നടന്നാൽ മതി. ഗുരുദേവൻ അപ്പോൾ എഴുന്നേറ്റ് ശ്രീകോവിലിലേക്ക് നടന്നു. ക്ഷേത്ര പരിസരത്ത് തിങ്ങി നിറഞ്ഞിരുന്ന പുരുഷാരം ആ സമയം പ്രണവമന്ത്രം ഉച്ചത്തിൽ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജനങ്ങളെയാകെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഒരു മഴ പെയ്യുകയുണ്ടായി. ആ മഴ നനഞ്ഞു നിന്ന ജനങ്ങൾ ആനന്ദചിത്തരും ആവേശഭരിതരുമായി തീർന്നു. ഗുരുദേവൻ ആ നേരത്ത് ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തി അഭിഷേകം ചെയ്തു. ശ്രീ മാഹേശ്വര ക്ഷേത്രം എന്നു ക്ഷേത്രത്തിന് നാമകരണവും ചെയ്തു. അതിനുശേഷം ഗുരുദേവൻ ഇങ്ങനെ അരുളി ചെയ്തു: കൊള്ളാം, നന്നായിരിക്കുന്നു. ഇനി വേണ്ട വിധത്തിൽ കൊണ്ടുപോകണം. ശിവഗിരി മുകളിൽ വാഴും ദേവ, ശരണം തരണം ഗുരുദേവ. അവശജനത്തിനഭയം നൽകാൻ ജന്മമെടുത്തൊരു ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 234 ഇനി പോഷിപ്പിക്കണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.